തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം. കാൽനട യാത്രക്കാരെയും ഓട്ടോറിക്ഷകളെയും ഒക്കെ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. കാറിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. പരിശീലനം നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജ പറഞ്ഞു. പരിശീലനം നടത്തേണ്ടത് ഈ റൂട്ടിലല്ല. ലൈസൻസ് ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ പരിശീലനം നടത്തിയത് എന്തിനെന്ന് അറിയില്ലെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. ഓവർ സ്പീഡിംഗും ആയിരുന്നു. അതാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാണ്. പരിശീലനം നടത്തുമ്പോൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ട് ഇവർ പാലിച്ചിട്ടില്ല. പരിശീലനം നടക്കുമ്പോൾ ഡബിൾ ക്ലച്ച് വേണം. ഡ്രൈവർക്കും വേണം, ട്രെയിനർക്കും കൺട്രോൾ വേണം വണ്ടിയിൽ. വണ്ടി പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു. പക്ഷേ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല, ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടും അല്ല. ശരിക്കും അപ്റ്റർ നെഗ്ലിജൻസ് ആണ് ഇക്കാര്യം. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അർജുൻ, ഈ പരിക്കേറ്റവരുടെ നില എത്തരത്തിലാണ്? ചിലരുടെ നില വളരെ ഗുരുതരമായി തുടരുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അപകടത്തെ പറ്റി പറയുന്ന മറ്റു വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ഈ അപകടത്തെ തുടർന്ന് 4 പേരാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 2 ഓട്ടോ ഡ്രൈവർമാരും പിന്നെ യാത്രക്കാരായിരുന്ന വള്ളക്കടവ് സ്വദേശികളായ ശ്രീപ്രിയ, ആഞ്ജനേയൻ. ഈ 4 പേരുടെയും നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കുറച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് അതിൽ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നത്. കാലൊക്കെ മുറിഞ്ഞ് തല പൊട്ടി അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങളാണ് ആദ്യം തന്നെ പുറത്തു വന്നത്. അത്രയും വലിയ ഒരു അപകടം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ഉച്ചയോടുകൂടി ഉണ്ടായത്. നിയന്ത്രണം വിട്ടെത്തിയ കാർ ഫുട്പാത്തിലേക്ക്, ജനറൽ ആശുപത്രിക്ക് തൊട്ട് മുന്നിലുള്ള നടപ്പാതയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. 2-3 ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരുന്നു. അതിനൊപ്പം നിന്നിരുന്ന 2 യാത്രക്കാരും, അവർ 2 പേരും തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ്. അവർ ആശുപത്രിയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ മറ്റൊരിടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിലാണ് അപകടമുണ്ടായത്. അവർ 2 പേരെയും വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ഒപ്പം തന്നെ 2 വ്യക്തമാണ്.